ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞങ്ങളെല്ലാം രാവിലെ നമ്മൾ താഴത്തെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. താഴത്തെ വീടെന്ന് പറയുമ്പോൾ നമ്മൾ താമസിച്ചത് എൻ്റെ കൊച്ചിനെ ഞങ്ങൾ താമസിച്ച വീടാണത്. ഇപ്പം ഞങ്ങൾക്ക് വേറെ വീട് വെച്ചതാണ് വീഡിയോയിലൊക്കെ കാണുന്നത്. അത് ഞങ്ങൾ ഇപ്പോൾ പുതുക്കി പണിഞ്ഞു, അത്രയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി താഴെ കളിയും ചിരിയും ബഹളമൊക്കെ ഇരുന്ന്. ചേച്ചിയുടെ മോളും ഉണ്ടായിരുന്നു, മണിക്കുട്ടി. അവളുണ്ടെങ്കിൽ പിന്നെ അവന് കളിക്കാൻ കൂട്ടാണ് എപ്പോഴും. നിങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്ത വീഡിയോ ആണ് കേട്ടോ അതൊക്കെ. പിന്നെ അതിൽ അവിടെ ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ട് ഒരു ചേച്ചി. അങ്ങനെ അവരൊക്കെ ഇവനായിട്ട് നല്ല കൂട്ടാണ്, മണിക്കുട്ടിയായിട്ടും കൂട്ടാണ്. അങ്ങനെ ഒരു കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്ത് പോവുകയൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ അടുക്കള ജോലിയിലായി. അമ്മ വന്ന് മീനൊക്കെ അരിയുന്നുണ്ട്. വേറെ ഒന്നുമല്ല, എന്നും ചോറ് ഇതുപോലെയൊക്കെ തന്നെ, നല്ല സ്പെഷ്യലായിരുന്നു. ഒരു മീൻ മൊത്തത്തിൽ പൊരിക്കുകയൊക്കെ ചെയ്ത്. കാരണം വേറൊന്നുമല്ല, നമ്മുടെ ഇച്ചുക്കുട്ടന് കൊടുക്കാൻ വേണ്ടി. അനിയത്തിയുടെ മോന് മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരെ വീട്ടിൽ പോകണമെന്ന് പ്ലാൻ ചെയ്താണ് ഞങ്ങൾ കുക്കിങ്ങിലോട്ടൊക്കെ കയറി. ഭയങ്കര കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മീൻ പൊരിക്കാറുണ്ട്. ഇന്ന് ചൂര മീനായിരുന്നേ. ചൂര മീൻ നന്നായിട്ട് പൊരിക്കുന്നുണ്ട്. പിന്നെ ഇച്ചുക്കുട്ടന് വേണ്ടിയിട്ട് നല്ല അയല മീനും കിട്ടിയിട്ടുണ്ടായിരുന്നു. അയല മീൻ ഫുള്ളായിട്ട് പൊരിച്ച് ഇലയിൽ പൊതിഞ്ഞ് ഇച്ചുക്കുട്ടനും മാറ്റുന്നുണ്ട്. പിന്നെ നേരെ പാത്രമൊക്കെ കഴുകി എല്ലാമൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. എല്ലാ കറികളും കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിലും കൊച്ചു കാസറോളുകളിലൊക്കെ ആക്കി മാറ്റുന്നുണ്ട്. പിന്നെ എന്താണായിരുന്നു, ഇന്നത്തെ ദിവസം അത്ര ചൂടുള്ള ദിവസമല്ല. ഇത് കുറച്ച് മഴയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിയലൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. ഇന്ന് മീൻകറി ഉണ്ടായിരുന്നു, അവിയലുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നെത്തോലി തോരൻ ഉണ്ടായിരുന്നു. അതിന് വേറെ എന്തെങ്കിലും പേരാണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ എങ്ങനെയൊക്കെയാണ് പറയുന്നത്. പിന്നെ മുട്ട പൊരിച്ചതുണ്ടായിരുന്നു, പിന്നെ മീൻ പൊരിച്ചതുണ്ടായിരുന്നു. അങ്ങനെ ഇത്ര ഉണ്ട്. ഇപ്പോൾ ഈ മുട്ട പൊരിക്കുന്നത് നമ്മുടെ മണിക്കുട്ടിക്കും എൻ്റെ മോനും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കറി ആവുന്നതേ ഉള്ളായിരുന്നു. അപ്പോൾ മണിക്കുട്ടീനെ വീട്ടിൽ കൊണ്ടാക്കാൻ പോകണം. എനിക്ക് ഇവര് വേണ്ടിയിട്ട് ഇവരുടെ ചോറ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മോന് മുട്ട പൊരിച്ചതും കൊണ്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ പാട് അവന് വേണ്ട. പിന്നെ ആ മുട്ട ഞാൻ കഴിക്കുന്നില്ല. ഞാനും മണിക്കുട്ടിയും കൂടെ ഒത്തിരുന്ന് അങ്ങ് മണിക്കുട്ടി ഇരുന്നുണ്ടോ ഇന്ന് ഞങ്ങളിരുന്ന് കഴിക്കുന്നതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നേരെ അനിയത്തിയുടെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ. നമുക്ക് വയനയിലേപ്പം വേണമെന്ന് രാവിലെ വിളിച്ചാൽ പറഞ്ഞത്. പിന്നെ അമ്മ വയനയിലേപ്പം ഉണ്ടാക്കുന്ന തിരക്കിലായി. പിന്നെ നമ്മൾ ചോറൊക്കെ പൊതിഞ്ഞ് കണ്ട് ഇച്ചുക്കുട്ടൻ്റെ മീനൊക്കെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. അവൾക്ക് പൊതിച്ചോറ് കൊണ്ടുപോയി ഞങ്ങൾ. അങ്ങനെ ചോറും എല്ലാവർക്കും വാരി കെട്ടിയാണ് പോകണം. എന്ന് വെച്ചാൽ അവളെ എപ്പോഴും ഇവിടെ വരത്തില്ല, കുറച്ച് ദൂരെയാണുള്ള വീട്. അപ്പം നമ്മൾ പോകുമ്പോഴത്തേക്കും അവൾക്ക് എല്ലാം കൊണ്ടാണ് നമ്മൾ പോകണം. അമ്മയുടെ ചോറൊക്കെ അവൾക്ക് ഒരുപാട് മിസ് ചെയ്യും, കാരണം അവൾ വല്ലപ്പോഴുമാണ് ഇവിടെ വരുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാം റെഡിയാക്കി വീടെല്ലാം ഫുള്ള് ക്ലീൻ ആക്കിയിട്ടിട്ടാണ് പോണത്. കാരണം വരുമ്പോഴത്തേക്ക് താമസിക്കും, കുറേ ദൂരമുണ്ട്, 2-2.5 മണിക്കൂർ തിരിച്ച് വരാനും വേണം. അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞ് പോകുന്നുണ്ട്. ഞാൻ പോയി ഇവനെ വൃത്തിയാക്കി മോന് ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് ആഹാരമൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ പോയി കുളിക്കുന്നത്. കുളിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ വൃത്തിയാക്കി തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്കൊരു സേവനവാരം തലയ്ക്ക് പിടിച്ചതായി. അങ്ങനെ ഞാൻ പോയി ബാത്റൂമിൽ എല്ലാം നല്ല രീതിയിൽ പക്ക ക്ലീൻ ചെയ്ത്, വീട് നല്ല പക്ക ക്ലീൻ ചെയ്തിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. ഞാൻ ഉടുപ്പൊക്കെ ഇടുന്നുണ്ട്. മോനോട് ചോദിക്കുന്നുണ്ട്, അമ്മ കുളിക്കുന്നില്ലേ, ഞാൻ ഉയർത്തിരിക്കുന്നതാണ് അവൻ ചോദിക്കുന്നത്. അവനറിയാം ഇച്ചിൻ്റെ വീട്ടിൽ പോവുകയാണെന്നുള്ളത്. അങ്ങനെ നേരിയപ്പോൾ ഇത് ബാത്റൂമൊക്കെ ഞാൻ ഉരച്ച് തേച്ചൊക്കെ കഴുകുന്നുണ്ട്. നല്ല രീതിയിൽ വൃത്തിയാക്കി ക്ലീൻ ചെയ്തിടുന്നുണ്ട്. കാരണം എനിക്ക് വൃത്തിയാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു ഭ്രാന്താണ്, അതെന്താണെന്തോ. എല്ലായിടും ഞാൻ വൃത്തിയാക്കി കുളിയൊക്കെ കഴിഞ്ഞ് കുറിയൊക്കെ തൊട്ട് നേരെ അനിയത്തിയുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. എല്ലാമൊക്കെ വാരിക്കെട്ടി ചോറും എണ്ണയും പൊടികളും എല്ലാം ആയിട്ട് ഒരൊറ്റപ്പൊക്കെ. പിന്നെ എനിക്ക് വിശന്നാലോ എന്നും കരുതി ഞാൻ ഓടിപ്പോൾ ഒരു വയനയിലിപ്പം കുറച്ച് കിക്കാറ്റ് മുട്ടായൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, അതൊക്കെ അള്ളി വാരിയൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ അമ്മയും ഞാനും അച്ഛനും മോനും ഒക്കെ ആയിട്ട് നേരെ അനിയത്തിയുടെ വീട്ടിലോട്ട് വെച്ച് കൊടുക്കുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ഇതൊക്കെ ഇരുന്ന്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാനിങ്ങനെ വീഡിയോസ് ഇടാം. അപ്പോൾ നിങ്ങളതൊക്കെ കാണണം. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ഉറപ്പായിട്ടും ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളായിരുന്നു. പിന്നെ നമ്മൾ പോകുന്ന വഴി ഞാറക്ക കിട്ടി കേട്ടോ. ഞാറക്കയൊക്കെ കഴിച്ച് നേരെ അനിയത്തിയുടെ വീടെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.